نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتدي ومن يضلله فلن تجد له وليا مرشدا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد كان لكم في رسول الله أسوة حسنة لمن كان يرجو الله واليوم الآخر وذكر الله كثيرا. വിശ്വാസികളെ സർവ ലോകരക്ഷിതാവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ യഥാവിധി ജീവിതത്തിൽ പകർത്തുവാൻ വിശ്വാസിയായി ജീവിച്ച് ഈമാനോടെ മരിക്കുവാനും പരിശ്രമിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ്. കരുണാവാരിയായ നാഥൻ അവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഖുർആനും സുന്നത്തും സലഫ് സ്വാലിഹീങ്ങളുടെ രീതി അനുസരിച്ച് മനസ്സിലാക്കി പോകുന്ന ആളുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ തൗഹീദ് ഉൾക്കൊണ്ടവരും അങ്ങനെ തൗഹീദ് ഉള്ളവരാണ് എന്ന് അഭിമാനം കൊള്ളുകയും ചെയ്യുന്ന ആളുകൾ തൗഹീദിന്റെ കാര്യത്തിൽ പൂർണ്ണത പുലർത്തുന്നത് കൊണ്ട് തന്നെ തൗഹീദിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച സ്വീകരിക്കാത്തവരായത് കൊണ്ട് തന്നെ ഒരു അമിതമായ കോൺഫിഡൻസ്, ഒരു വിശ്വാസം പലപ്പോഴും നമ്മുടെ ആളുകളെ ബാധിക്കാറുണ്ട്. തൗഹീദുള്ള ആളുകൾ സ്വർഗത്തിലായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തൗഹീദുള്ളവരാണല്ലോ, തൗഹീദ് നഷ്ടപ്പെട്ട ആളുകൾക്കാണല്ലോ ശാശ്വതമായ നരകമുള്ളത്. അതുകൊണ്ട് നമ്മൾ എന്തായാലും ശാശ്വതമായി നരകത്തിലാവുകയില്ലല്ലോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങളിലൊന്നും ഇനി എന്തെങ്കിലും ചെറിയ പോരായ്മകളൊന്നും ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന രീതിയിലുള്ള ഒരു തെറ്റായ ധാരണ. അങ്ങനെ ചില ആളുകൾ പറയും സ്വഭാവ രംഗത്തൊക്കെ അവന് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാലും തൗഹീദിൽ ഓക്കെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, അല്ലാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത് തൗഹീദിൽ പൂർണ്ണതയുണ്ടായാലും അവന്റെ ജീവിതത്തിൽ സ്വഭാവ രംഗത്ത് പോരായ്മകൾ ഉണ്ടായാൽ, മറ്റെന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചാൽ ആ തെറ്റുകൾക്ക് പോരായ്മകൾക്കുള്ള ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്ന അത്രയും കാലം ഒരാൾ നരകത്തിൽ കടക്കേണ്ടി വരും. അല്ലാഹു നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകമെന്ന് പറയുന്നത് കുറെ കാലൊക്കെ സഹിച്ചാലും പിന്നെ സ്വർഗത്തിൽ കടന്നാൽ പ്രശ്നമില്ലല്ലോ എന്ന് ചിന്തിക്കാവുന്ന അത്ര
ലാഘവത്തോടുകൂടി കാണേണ്ട ഒന്നല്ല. നിമിഷ നേരത്തേക്ക് പോലും നരകത്തെ സഹിക്കുവാൻ ഒരു മനുഷ്യനും സാധിക്കയില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം ഇനി കടന്നാലും പിന്നെ സ്വർഗത്തിലെത്തുമല്ലോ എന്ന ഒരു ധാരണ, ഒരു അന്ധമായ ബോധം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ആളുകൾ കൂടുതൽ ശ്രദ്ധിക്കണം. എവിടെയാണോ തന്റെ സ്വഭാവ രംഗത്ത്, പെരുമാറ്റ രംഗത്ത് പോരായ്മകൾ ഉള്ളത് അത് പരിഹരിക്കുവാൻ തയ്യാറാകണം. അപ്പോഴാണ് അവൻ പൂർണ്ണമായ അർത്ഥത്തിൽ വിശ്വാസിയായി മാറുന്നത്. അവൻ എന്ത് പോരായ്മ ഉണ്ടായാലും അവൻ തൗഹീദുണ്ട് എന്നൊരു തെറ്റായ വിശ്വാസത്തിലേക്ക് നമ്മൾ എത്താൻ പാടില്ല. തൗഹീദ് ഉള്ളതോടൊപ്പം തന്നെ സ്വഭാവ രംഗത്ത് പുലർത്തേണ്ട എല്ലാ മര്യാദകളും പൂർണ്ണമായ അർത്ഥത്തിൽ പുലർത്തിയവനായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കലമിലൂടെ പഠിപ്പിക്കുന്നത് വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. മക്കൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, വാച്ചക്കാട് ഇരിക്കട്ടെ, മറ്റു സംസാരങ്ങളൊക്കെ ഒഴിവാക്കുക, ഇങ്ങോട്ട് ശ്രദ്ധിക്കട്ടോ. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം. പ്രവാചകരെ, താങ്കൾ ഏറ്റവും മഹത്വമേറിയ സ്വഭാവത്തിന്റെ ഉടമയാകുന്നു. സ്വഭാവ രംഗത്ത് ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് എന്തൊക്കെയുണ്ടോ, ഗുണങ്ങൾ എന്തൊക്കെയുണ്ടോ അത് പൂർണ്ണമായും പ്രവാചകരെ താങ്കളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആലി ഇംറാനിലെ 159 ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിന്റെ അടുക്കലിൽ നിന്നുള്ള പ്രത്യേകമായ കാരുണ്യത്താൽ താങ്കൾ അവരോട് വളരെ മൃദുവായ രീതിയിൽ സ്നേഹത്തോടെ പെരുമാറി. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ്. പ്രവാചകരെ, താങ്കളെങ്ങാനും ഒരു പരുഷ സ്വഭാവിയായിരുന്നുവെങ്കിൽ, ഹാർഡായ ഹൃദയത്തിന്, കഠിന ഹൃദയത്തിന്റെ ഉടമയായിരുന്നുവെങ്കിൽ ലം ഫളു മിൻ ഹൗലിക്, താങ്കളിൽ നിന്ന് അവർ പിരിഞ്ഞു പോകുമായിരുന്നു. താങ്കളുടെ സ്വഭാവ ഗുണമാണ്, സ്വഭാവ വൈശിഷ്ട്യമാണ്, താങ്കളുടെ പേഴ്സണാലിറ്റിയാണ്, താങ്കളുടെ ക്യാരക്ടറാണ്, ബിഹേവിയറാണ് ആളുകളെ താങ്കളിലേക്ക് അടുപ്പിക്കുവാനുണ്ടായ കാരണം. അത് ആ രീതിയിൽ തന്നെ നാം ഫോളോ ചെയ്യണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഞാൻ നിങ്ങൾ ഓതി കേൾപ്പിച്ച ആയത്ത് സൂറത്ത് അൽ അഹ്സാബ് 33-ാമത്തെ സൂറ 21-ാമത്തെ വാക്യം. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ കൃത്യമായ മാതൃകയുണ്ട്. സ്വഭാവ രംഗത്ത്, പെരുമാറ്റ രംഗത്ത്, ആളുകളുമായി ഇടപഴകുന്ന രീതിയിലൊക്കെ കൃത്യമായ മാതൃക നിങ്ങൾക്ക് പ്രവാചകനിലുണ്ട്. ആർക്ക്? ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ. അള്ളാഹുവിനെയും അതേപോലെ തന്നെ പരലോകവും പ്രതീക്ഷിക്കുന്ന ആളുകൾക്ക്, അള്ളാഹുവിനെ ധാരാളം സ്മരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് പ്രവാചകനിൽ മാതൃകയുണ്ട്. ആ പ്രവാചകനെ ഈ രംഗത്ത് കൂടി പിൻപറ്റണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. സ്വഭാവ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ചില സംഗതി ഞാൻ സൂചിപ്പിച്ചതുപോലെ, അവന്റെ അടുത്ത് വലിയ കുഴപ്പമുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കൊന്നും വേണ്ട എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം നമ്മുടെ ആരാധനാ കർമ്മങ്ങളുടെ, നമ്മുടെ സൽക്കർമ്മങ്ങളുടെ, നമ്മുടെ പുണ്യകർമ്മങ്ങളുടെ പ്രതിഫലം സ്വഭാവ രംഗത്തുള്ള, പെരുമാറ്റ രംഗത്തുള്ള ഈ ദുശ്ശീലങ്ങളിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഇസ്ലാം അവിടെ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളുകയും എങ്ങനെ നമുക്ക് സ്വയം മാറുവാൻ സാധിക്കും, എന്തൊക്കെ ഇനിയും നമ്മിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും, എങ്ങനെ നമുക്കൊന്നുകൂടി നല്ല ഒരു വ്യക്തിയായി മാറാൻ സാധിക്കും, അതിന് നമുക്ക് പ്രവാചകനിൽ എന്താണ് മാതൃകയുള്ളത് എന്ന് പഠിക്കുകയാണ് ഒരു വിശ്വാസിയുടെ ബാധ്യത എന്ന് പറയുന്നത്. ഒരു പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് സ്വഭാവവുമായി ബന്ധപ്പെട്ട് രണ്ട് രീതിയിലാണ് ആളുകൾ അത് സ്വാധീനിക്കുന്നത്. ഒന്നാമത്തേത്, പാരമ്പര്യമായി നമുക്ക് ലഭിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉപ്പയിൽ നിന്ന്, ഉമ്മയിൽ നിന്ന്, നമ്മുടെ പൂർവികരിൽ നിന്ന് നമുക്ക് കൈമാറി കിട്ടുന്ന, ജീനുകളിലൂടെ മനുഷ്യരിലേക്ക് കൈമാറി കിട്ടുന്ന ചില സ്വഭാവ രീതികൾ, പ്രത്യേകതകൾ ഉണ്ട് എന്നുള്ളത് മോഡേൺ സയൻസും മോഡേൺ സൈക്കോളജിയും കൂടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ചിലതുണ്ട്. അതോടൊപ്പം തന്നെ
സാഹചര്യത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്, എൻവയൺമെന്റിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ആരോടൊക്കെയാണോ നമ്മൾ ഇടപെടുന്നത്, പെരുമാറുന്നത്, അവരിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ചില ക്വാളിറ്റിയുമുണ്ട്. അത് നല്ലതുമാവാം ചീത്തയുമാവാം. പാരമ്പര്യമായി നമുക്ക് ലഭിക്കുന്ന ചിലതുണ്ട്, പരിസരത്ത് നിന്ന് നമ്മൾ പഠിച്ചെടുക്കുന്ന ചിലതുണ്ട്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ അത് ഹെറിഡിറ്റിയാണ്, നമ്മുടെ ജീനുകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ്. സാഹചര്യം എന്ന് പറഞ്ഞാൽ എൻവയൺമെന്റ് ആണ്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് നാം അച്ചീവ് ചെയ്യുന്നതാണ്. കണ്ടും കേട്ടും അനുഭവിച്ചും നമ്മളെ തന്നെ മാറ്റിയെടുക്കുന്നതാണ്. ഇത് രണ്ടും ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഷംസ് 91-ാമത്തെ അധ്യായം അതിൽ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ അല്ലാഹു പഠിപ്പിക്കുന്നു. വനഫ്സിൻ വമാ സവ്വാഹ, മനുഷ്യന്റെ ആത്മാവ്, മനുഷ്യന്റെ മനസ്സ്, അതിനെ സംവിധാനിച്ചിരിക്കുന്ന രീതി തന്നെയാണ് സത്യം. അവന്റെ മനസ്സിന് നാം ഈ 2 സ്വഭാവവും നൽകിയിട്ടുണ്ട്. ഒന്ന്, അതിന്റെ ഒരു ദുഷ്ടഭാവം. മനുഷ്യന്റെ മനസ്സിന് തെറ്റിനെ കുറിച്ച് ചിന്തിക്കുവാൻ, തെറ്റിലേക്ക് നീങ്ങുവാനുള്ള ഒരു സാഹചര്യം, ഒരു തന്മയി ബോധം മനുഷ്യ മനസ്സുകൾക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. തഖ്വാകാം, അതിന്റെ സൂക്ഷ്മ ബോധവും. ഇത് രണ്ടും മനുഷ്യർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്. എന്നിട്ടോ അത് അഫ്ലഹ മൻ സക്കാഹ, ആ മനസ്സിനെ സംസ്കരിച്ചെടുത്തവൻ ഏത് സാഹചര്യത്തിലായിരുന്നാലും തെറ്റായതിലേക്ക് പോവാതെ, തെറ്റിലേക്ക് ചലിക്കാതെ സ്വന്തം മനസ്സിനെ മാറ്റിയെടുക്കുവാൻ, തസ്കിയത്ത് ചെയ്യുവാൻ തയ്യാറുള്ള ആളുകൾക്കാണ് വിജയം. ആ ആത്മാവ് വിജയിച്ചിരിക്കുന്നു, അഥവാ ആ മനുഷ്യൻ വിജയിച്ചിരിക്കുന്നു. വഖദ് ഖാബ മൻ ദസ്സാഹ, അവന്റെ മനസ്സിനെ തെറ്റായ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് കൊണ്ടുപോയി സ്വന്തം മനസ്സിനെ മലീമസമാക്കിയവൻ അവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കും. നമുക്കറിയാമല്ലോ, മനുഷ്യന്റെ മനസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഓരോ തെറ്റും ചെയ്യുന്ന സന്ദർഭത്തിൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു ഒരു നുഖ്ത, ഒരു കുത്തിടുമെന്നുള്ള ഒരു ഹദീസ് കാണുവാൻ സാധിക്കും. അവന്റെ മനസ്സിന് സംഭവിക്കുന്ന മാറ്റം, അവന്റെ ബ്രെയിനിൽ സംഭവിക്കുന്ന മാറ്റം, അതിന്റെ ആധുനിക പഠനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നത് ഹൃദയത്തിൽ എന്നുള്ള രീതിയിലാണ്. ആ ഹൃദയത്തിൽ തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഹൃദയത്തിൽ മാലിന്യം ഉണ്ടാവും. നമുക്കറിയാം, തെറ്റ് ചെയ്ത് ശീലിച്ച ആളുകൾക്ക് ആ തെറ്റിനോടുള്ള ഒരു ഗൗരവം നഷ്ടപ്പെട്ടു പോകും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആ തെറ്റിൽ നിന്ന് മാറി നിൽക്കണം. ചെയ്ത തെറ്റിനെ തൗബയിലൂടെ നാം ശുദ്ധീകരിച്ചാൽ, വിമലീകരിച്ചാൽ നമ്മുടെ മനസ്സ് വീണ്ടും ആ തെറ്റിൽ നിന്ന് മുക്തമാകും. അപ്പൊ നമുക്ക് തെറ്റിനോടുള്ള ഗൗരവ ബോധമുണ്ടാവും. അങ്ങനെ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ സാധിക്കും. അങ്ങനെ വിട്ടു നിൽക്കുന്ന ആളുകൾക്ക് വിജയിക്കുവാൻ സാധിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ പഠിപ്പിക്കുന്നത്. ഇനിയോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത വചനത്തിൽ കാണുവാൻ സാധിക്കും, മൻ അക്രമുന്നാസ്, ആരാണ് ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി നൽകി, ഖാൽ ഖിയാറുക്കും ഫിൽ ജാഹിലിയത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം. അന്നത്തെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടിയാണ്, ജാഹിലിയത്തിൽ നല്ലവനായ മനുഷ്യൻ അഥവാ നല്ല സ്വഭാവം സ്വീകരിച്ചവൻ, അവൻ ജന്മനാ തന്നെ അങ്ങനെയാണ്, അവന് പാരമ്പര്യമായി ലഭിച്ചതാണ്. അങ്ങനെ ചില സ്വഭാവ ഗുണങ്ങൾ നമ്മളുണ്ടാകും. ഉപ്പാന്റെ അതേ രീതിയാണ് ഓന് എന്ന് ചിലരെ കുറിച്ച് പറയും. ഉപ്പ വളരെ ലളിതമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആളുകൾ ഇടപെടുന്ന ഒരു മനുഷ്യനാണ്, അത് മോനും അങ്ങനെ തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് ചിലരെ കുറിച്ച് പറയും. നേരെ തിരിച്ചു ചിലരെ കുറിച്ച് പറയും, ഉപ്പാന്റെ അതേ ചുണ്ടിയാണ് ഓന്, അല്ലെങ്കിൽ ഉമ്മാന്റെ അതേ കുറുമ്പാണ് ഓക്ക് എന്ന് ചിലരെ കുറിച്ച് തിരിച്ചും പറയും. അത് പാരമ്പര്യമായി ലഭിക്കുന്നതാണ്. അങ്ങനെ ചില ഗുണങ്ങൾ, ചില ദോഷങ്ങൾ, അത് നല്ലതിലും ആയിരിക്കാം, ചിലപ്പം ചീത്തയിലുമായിരിക്കാം. എന്നിട്ടോ ഖിയാറുക്കും ഫിൽ ജാഹിലിയത്തി ഖിയാറുക്കും ഫിൽ ഇസ്ലാം ഇദാ ഫഖിഹു, അവൻ ഈ മതപരമായ വിഷയങ്ങളിൽ ഡീപ്പായി ആഴത്തിൽ മനസ്സിലാക്കുകയും അങ്ങനെ പോരായ്മകളുണ്ടെങ്കിൽ തിരുത്തുവാൻ തയ്യാറാവുകയും ചെയ്താൽ അത് അവന് നല്ലത്. അപ്പോ ഒരു ജന്മന ദേഷ്യമെന്ന് പറയുന്ന ഒരു ജീൻ ഉപ്പയിൽ നിന്ന് കൈമാറി കിട്ടിയ ഒരാൾക്ക് അവന് വേണമെങ്കിൽ അവനെ തിരുത്തിയെടുക്കുവാൻ സാധിക്കും. എങ്ങനെ? മനഃപൂർവമായ പരിശ്രമത്തിലൂടെ. അതാണല്ലോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠം. എന്തുകൊണ്ട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് മാറാൻ സാധിച്ചു? ഖലീഫ ഉമർ, ഇന്നിപ്പോ ഖലീഫ ഉമറിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് പൊതുസമൂഹത്തിൽ തന്നെ ഒരു ചർച്ച നടക്കുന്ന സമയമാണ്. അദ്ദേഹത്തിന്റെ ക്വാളിറ്റി, അദ്ദേഹത്തിന്റെ ഗുണം, 2 രീതിയിലും ആളുകൾ ചർച്ച ചെയ്യുന്നു. അതിന്റെ ഒരു നന്മയുടെ വശം സ്പഷ്ടമായി
ഖലീഫ ഉമറിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പഴയ കാലത്ത് ഉമർ, ഖത്താബിന്റെ മകൻ ഉമർ ഒരു ഭാഗത്തുണ്ട് എന്നറിഞ്ഞാൽ ആ വഴി ശത്രുക്കൾ സഞ്ചരിക്കുമായിരുന്നില്ല. അത്ര ക്രൂരനും കഠിന ഹൃദയത്തിന് ഉടമയുമായിരുന്ന ഉമറിനെ ഇസ്ലാമാണ് മാറ്റിയത്. ഇസ്ലാമിന് അങ്ങനെ നമ്മളെയൊക്കെ മാറ്റാൻ പറ്റും. ഇതാണ് ഇതിലൂടെയൊക്കെ അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നമ്മുടെ സ്വഭാവത്തെ പരിവർത്തിപ്പിക്കാൻ സാധിക്കും. ചില ആളുകൾ പറയാറുള്ളത്, ഞാൻ കുറച്ച് ദേഷ്യക്കാരനെ നിങ്ങൾക്ക് അറിയാലോ, അതുകൊണ്ട് വാപ്പാര് മക്കളോട് പറയും, ചിലപ്പോ ഉമ്മാര് മക്കളോട് പറയും. അല്ലെങ്കിൽ വല്യപ്പാനെ പറ്റി വാപ്പാര് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, വല്യപ്പാന്റെ അടുത്തേക്ക് പോണ്ട, വല്യപ്പാന്റെ സ്വഭാവം എനിക്കറിയാലോ. അല്ലെങ്കിൽ വാപ്പാനോട് ഇങ്ങനത്തെ നേരത്തെ ഉണ്ടാൻ പോകണ്ട, വാപ്പാന്റെ സ്വഭാവം എനിക്കറിയാലോ. അപ്പോ ആ സ്വഭാവം അങ്ങനെ തന്നെ ആയാൽ മതി എന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ക്രൂരനായിരുന്ന ഉമർ, ഖത്താബിന്റെ മകൻ ഉമറിനെ ഫാറൂഖ് ഉമറാക്കി മാറ്റിയത് ഖുർആനാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള സാമീപ്യമാണ്. അപ്പൊ ഒരാൾക്ക് അങ്ങനെ മാറാൻ കഴിയും എന്നുള്ളതിന്റെ ലക്ഷക്കണക്കിന് മനുഷ്യരിലുള്ള തെളിവുകളിൽപ്പെട്ട ഒരു വ്യക്തി മാത്രമാണ് ഫാറൂഖ് ഉമർ. അപ്പൊ നമ്മൾക്കും അങ്ങനെ ഒരു പോരായ്മ ഉണ്ടെങ്കിൽ അത് ഞാൻ അങ്ങനെയാണ് എന്നും പറഞ്ഞ് അടിമൽ അടയിരിക്കേണ്ടവരല്ല നമ്മൾ തീരുമാനിക്കണം, എനിക്ക് അങ്ങനത്തെ ഒരു പോരായ്മ ഉണ്ട്, ഇൻഷാ അല്ലാഹ് ഞാനത് തിരുത്തും, അള്ളാഹു തൗഫീഖ് ഞാനത് തിരുത്താൻ ശ്രമിക്കും എന്ന ബോധം നമുക്ക് ഉണ്ടായാൽ നമുക്കതിന് സാധിക്കുക തന്നെ ചെയ്യും. ഇന്നമാ അന റസൂലു റബ്ബിക ലിഅഹബിലക ഗുലാമൻ സക്കി. നമുക്കറിയാം, മറിയം റളിയല്ലാഹു അൻഹയുടെ അടുക്കിലേക്ക് ജിബ്രീൽ വരുന്ന രംഗത്തെ കുറിച്ച് ഖുർആൻ സൂറത്ത് മറിയമിലൂടെ പറയുന്നുണ്ട്. സക്കിയായ ഒരു കുട്ടിയെ, അത് ജന്മനാ തന്നെ അങ്ങനെയാണ്. മറിയം റളിയല്ലാഹുഅൻഹയ്ക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കുമ്പോൾ അത് തസ്കിയത്തുള്ള ഒരു കുട്ടിയാണ് ബൈ ബർത്ത് തന്നെ കൊടുക്കുന്നത്. അപ്പോ അങ്ങനെയുള്ള ക്വാളിറ്റി ചിലർ ഉണ്ടാകാം. അതാണ് ഒന്നാമത്തെ ഒരു വശം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പ്രധാനപ്പെട്ട ഒരു വശം നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. അവിടെയാണ് നമുക്ക് സ്വഭാവ പരിവർത്തനത്തിന് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതാണ് ഇസ്ലാം നമ്മളിൽ ഉണ്ടാക്കേണ്ടുന്ന മാറ്റം. നമ്മൾ പലപ്പോഴും തീരുമാനിക്കുമ്പോൾ ചില ആളുകളൊക്കെ പറയും, കുറെ ക്ലാസ്സുകളിലൊന്നും കാര്യമില്ല, ഖുത്ബ കേട്ടിട്ടൊന്നും കാര്യമില്ല, ഇപ്പത്തെ കാലത്ത് ഖുത്ബ കേട്ട് കാര്യമില്ല, ഖുത്ബ കേട്ടിട്ട് നന്നാവുകയാണെങ്കിൽ മൈക്ക് നന്നാവണ്ട എന്നൊക്കെ ആൾക്കാർ പറയും. ഖുത്ബ കേട്ടിട്ട് നന്നാവണം എന്നുള്ള, ഖുത്ബ കേട്ടത് കൊണ്ട് മാത്രം നന്നാവില്ല. ഖുത്ബ കേട്ടിട്ട് എനിക്കുള്ളതാണ് പറഞ്ഞത്, ഇന്നോടാണ് പറഞ്ഞത്, എനിക്ക് മാറാൻ കഴിയുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുകയും അങ്ങനെ ഒരു തീരുമാനം നമ്മൾ എടുക്കുകയും ചെയ്യണം. നമ്മൾ തീരുമാനിക്കണം, എന്തിന്, എനിക്ക് മാറണം, അപ്പോഴേ മാറാൻ പറ്റുള്ളൂ. ആ മാറ്റം നമ്മൾ തീരുമാനിക്കാത്തത് കൊണ്ടാണ് ആളുകൾ പറയുന്നത് ഖുത്ബ കേട്ടിട്ടോ ക്ലാസ് കേട്ടോ വാല് കേട്ടോ ഒന്നും നന്നാവില്ല എന്നുള്ളത്. നമ്മൾ എങ്ങനെ മാറണം? ഇപ്പോ ചില ആളുകൾക്ക് ഒരു സ്വഭാവമുണ്ട്, ജുമാക്ക് പള്ളിക്ക് വന്നു കഴിഞ്ഞാൽ കംഫർട്ടായ ഒരു മൂലക്കൽ ഇരിക്കുക, സൗകര്യമുള്ള ഒരു തൂൺമൽ ഇരിക്കുക. ഏതെങ്കിലും പ്രയാസമുള്ള ഒരു സാഹചര്യത്തിലോ പ്രയാസമുള്ള ഒരു സന്ദർഭത്തിലോ ഒരൽപ്പം വൈകി വരുന്നതിനെ കുറിച്ചോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇരിക്കുന്നതിനെ കുറിച്ചോ അബദ്ധവശാലൊന്ന് ഉറങ്ങിപ്പോകുന്നതിനെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്. നേരെ മറിച്ച്, അത് ഞാൻ ഇതിന്റെ സ്ഥലം, ഇവിടെ ഞാൻ ഇരിക്കുള്ളൂ, ഇത് ഇന്റെ രീതി അങ്ങനെ അജുമായിട്ട് തുടങ്ങിയാൽ ഉറങ്ങുക, എന്നിട്ടോ പിന്നെ കതിക്കാമത്തെ സ്ഥലത്ത് പറയുമ്പോൾ എണീക്കുക, അതാണ് എന്റെ രീതി. ഇതിന് ഒരനക്കം മാറാൻ അയാൾ തയ്യാറല്ല, ഒരനക്കം മാറാൻ അയാൾ തയ്യാറല്ല. രാവിലെ 6 മണിക്ക് എണീറ്റ് ശീലിച്ച ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെന്ന് അവൻ തീരുമാനിക്കണമെങ്കിൽ, അവന് മാറണമെന്ന് അവൻ ഉണ്ടെങ്കിൽ അവൻ തീരുമാനിക്കണം, ഇനി മുതൽ 6 മണിക്ക് എണീറ്റാ പോരാ, ഞാൻ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ, ഇന്നല്ലെങ്കിൽ നാളെ മുതൽ 5 മണിക്ക് എണീക്കും എന്ന് ഞാൻ തീരുമാനിക്കണം. എന്നിട്ട് ഞാൻ മാറാൻ തയ്യാറാവണം. അടുത്ത ജുമയ്ക്കെങ്കിലും കഴിയെങ്കിൽ ഞാൻ 1ാമത്തെ സഫിൽ ഇരിക്കും എന്ന് ഞാൻ തീരുമാനിക്കണം. നമ്മള് പിന്നെ ഇപ്പൊ ചില കുട്ടികളുണ്ട്, അൽഹംദുലില്ലാഹ് നമ്മളെ ഒരുവിധം കുട്ടികളൊക്കെ ഇപ്പൊ അൽഹംദുലില്ലാഹ് നേരത്തെ വരും ജുമയ്ക്ക്. അവര് ചിലപ്പോ അബദ്ധവശാൽ ഒരു കുട്ടി അങ്ങോട്ടൊന്നും മിണ്ടിയത് വരും, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അവർക്ക് അറിയാത്തത് കൊണ്ടാണ്, അവർക്ക് അറിയില്ല, അതിന്റെ ഗൗരവം അറിയില്ല. അള്ളാഹു റസൂൽ പഠിപ്പിച്ചത് ഒരു വാക്കും മിണ്ടാൻ പാടില്ല. മിമ്പറിൽ ഖതീബ് കയറിയാ പിന്നെ മിണ്ടുന്നവനോട് മിണ്ടല്ലേ എന്ന് പോലും സദസ്സിലുള്ള ഒരാൾക്ക് പറയാൻ പാടില്ല. അത് പറയണമെങ്കിൽ ഖതീബിനെ പറയാൻ പാടുള്ളൂ. അത്ര ഗൗരവമുള്ള സംഗതിയാണ്. അത് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ കുട്ടികളെ മിണ്ടിപ്പോ. പക്ഷെ വേറെ പിന്നെ ഈ കുട്ടികളൊക്കെ അൽഹംദുലില്ലാഹ് നേരത്തെ വരുന്നുണ്ടല്ലോ. എന്നാൽ ചില കുട്ടികളുണ്ട്, അവര് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ 2ാമത്തെ ഖുത്ബ ഇങ്ങനെ കയ്യാ നേരത്തെ വരുന്നത് നമുക്ക് ഇങ്ങനെ കാണാം. അത് കഴിഞ്ഞ വെള്ളിയാഴ്ച അങ്ങനെ തന്നെയാണ്,
അതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച അങ്ങനെ തന്നെയാണ്. അവർ ഈ സ്കൂളിൽ ചേർന്ന മുതൽ അങ്ങനെ തന്നെയാണ്. അവരപ്പോഴേ വരുള്ളൂ. അവർക്കിപ്പോ എന്താ പണി? അവരവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും കടന്റെ തിണ്ണയിലോ സ്കൂളിന്റെ മുറ്റത്തോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാകും. ആ കുട്ടി ഒരിക്കലെങ്കിലും കേട്ട് ഇത് തീരുമാനിക്കണം. ഈ വന്ന കുട്ടികൾക്ക് നോക്കി നിങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഇസ്ലാമികമായൊരു വിവരം ഈ നേരത്തെ വന്ന കുട്ടിയൊക്കെ കിട്ടും, നേരത്തെ വന്ന രക്ഷിതാക്കൾക്ക് കിട്ടും. വന്നിട്ട് ഒരു മൂലയിൽ ഇരുന്നിട്ട് ഉറങ്ങാൻ തീരുമാനിച്ചാലോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോരായ്മ ഇതിലുണ്ടോ എന്ന് തെരഞ്ഞു നടക്കണോ, ഓൻ അത് കിട്ടും. ഇന്നമല്ലാമാല് പിന്നീയാത്ത്. അപ്പൊ നമ്മൾ മാറണോ? നമ്മൾ ഒരു പരിഷ്കർത്താവോ ഒരു നവോത്ഥാന നായകനോ ഒരു പ്രവാചകനോ നമ്മളെ മാറ്റാൻ വരില്ല. യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ് എന്നാ പറയാറുള്ളത്. നമ്മളെ മാറ്റാൻ പറ്റും നമുക്ക് മാത്രം. അത് സ്വഭാവ രംഗത്ത് എനിക്ക് ഇന്നൊരു പ്രശ്നമുണ്ട്, ഒരു പിന്നെ രീതി ഞാൻ പെരുമാറുന്നുണ്ട് എന്ന ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവുക. ദേഷ്യം അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. ബാങ്കർ മാനേജ്മെന്റ് ഇദാറത്തുൽ ഖൽബ് എന്ന് പറയുന്നത് ഇസ്ലാമിക് സൈക്കോളജിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അതിന് ഇസ്ലാം പഠിപ്പിച്ച കൃത്യമായ സൊല്യൂഷൻ ഉണ്ട്, മോഡേൺ സൈക്കോളജി പഠിപ്പിച്ച കൃത്യമായ പരിഹാരമുണ്ട്. അത് അപ്ലിക്കേഷൻ ലെവലില് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാവണം. എങ്കിൽ നമുക്ക് മാറാൻ പറ്റുള്ളൂ. എമ്പതി, മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി പെരുമാറുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. അത് മാറ്റിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം. മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുക, വിശ്വസ്തത കാണിക്കുക, റിഫ്ക്, ആളുകളോട് ഒരു നൈർമല്യം കാണിക്കുക, അനാത്ത് നേരത്തെ പറഞ്ഞ ആ ഒരു സാവകാശം, വിവേകമുണ്ടായിരിക്കുക, അതേപോലെ വഫാഉൽ ഉഹൂദ്, കരാറുകൾ പാലിക്കുക. ഇതൊക്കെ നമുക്ക് ഒരു ശീലത്തിലൂടെ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. അല്ലാതെ ദേഷ്യം പിടിക്കണോ, കാലാകാലം ദേഷ്യക്കാരനാണ്, ഓ മരിക്കണത് വരെ ദേഷ്യം പിടിക്കും, അങ്ങനെയല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഈ മാറ്റത്തെയാണ് നമ്മളെ പഠിപ്പിച്ചത്. ഇസ്ലാം ഉണ്ടാക്കിയ സംസ്കാരം എന്ന് പറഞ്ഞാൽ അതാ. പടുകുഴിയിൽ ഒരു അധാർമികതയുടെ പടുകുഴിയിൽ കിടന്ന ഒരു സൊസൈറ്റിയെ ധാർമ്മികതയുടെ ഉന്നതമായ ഒരു സോപാനത്തിലേക്ക് വളർത്തിയെടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തപൂർണമായ ഒരു ദൗത്യം, ഒരു മാറ്റത്തിന്റെ ദൗത്യം, ചേഞ്ചിന്റെ ദൗത്യം, അത് നിർവഹിച്ചത് ഇസ്ലാമാണ്. ആ ഫാറൂഖ് ഉമറിനെയും ഇക്രിമയെയും ഖാലിദ് ബിൻ വലീദിനെയും അബൂ സുഫിയാനെയും മാറ്റിയ ഇസ്ലാമിന് സാധുവായ നമ്മളെ മാറ്റാൻ കഴിയൂല എന്നാണോ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്? കഴിയില്ല. എങ്ങനെ? നമ്മൾ മാറാൻ തയ്യാറാകാത്തിടത്തോളം കാലം. നമ്മൾ മാറാൻ തയ്യാറായാൽ നമുക്ക് മാറാൻ സാധിക്കും. ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി, തീർച്ചയായിട്ടും ഇൽമ് അത് പഠിച്ചു നേടിയെടുക്കേണ്ട സംഗതിയാണ്. വൽ ഹിൽമു ബിത്തഹല്ലുമി, അതേപോലെ തന്നെ വിവേകം എന്ന് പറയുന്നത് വിവേകം കാണിച്ചുണ്ടാക്കിയെടുക്കേണ്ട സംഗതിയാണ്. ആരെങ്കിലും ഹൈറിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹ് അവന് ഹൈറിനെ കൊടുക്കും. ആരെങ്കിലും ഷർറിനെയാണ് തെരഞ്ഞെടുക്കുന്നത് എങ്കിൽ അള്ളാഹു അവന് അതിനുള്ള വഴിയും കൊടുക്കും. അപ്പോ അൽഹംദുലില്ലാ നമുക്കതിന് സാധിക്കും. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മളാണ് അതിന് തീരുമാനമെടുക്കേണ്ടത്. നമ്മുടെ ബാധ്യതയായിട്ടാണ് അതുള്ളത്. അത് നമുക്ക് അതിനു വേണ്ടിയാണ് ഇസ്ലാമിന്റെ ഓരോ സംഗതികളും അങ്ങനെയാണ്. ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്, സൽസ്വഭാവങ്ങളുടെ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചിരിക്കുന്നത്. ആ റസൂലുള്ളാഹി പഠിപ്പിച്ച ഓരോ ആരാധനാകർമ്മങ്ങൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇതൊക്കെ എന്തിനാ? എനിക്ക് മാറാൻ കഴിയില്ല എന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞിട്ട് ചെയ്ത തെറ്റ് ആവർത്തിച്ച് ചെയ്തിട്ട് അതിന് ന്യായീകരണം കണ്ടെത്തിയിട്ട് ഞാൻ മരിക്കോളം മക്കൾ എങ്ങനെയാണ്ട് പോകും എന്ന് തീരുമാനിച്ചിട്ട് സ്വന്തം മാറാൻ തയ്യാറില്ലാതെ നമ്മളിങ്ങനെ നിന്നാൽ നമുക്ക് മാറാൻ കഴിയില്ല. ഇപ്പൊ നോക്ക്, നിങ്ങൾ ഇസ്ലാമിലേക്കൊക്കെ കടന്നു വരുന്ന ചില ആളുകൾ നമുക്ക് അത്ഭുതം തോന്നും. ചിലപ്പോ വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ മോസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ഫാസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ, ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണ്. ഈ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകൾ ഒരു 5 വർഷക്കാലത്തേക്കും അവരെ കുറിച്ചുള്ള ഒരു പിക്ചർ നമ്മൾ ഒരു ന്യൂസ് നമ്മൾ കേൾക്കില്ല. 5 വർഷം അവർ ഇസ്ലാമിനെ കുറിച്ച് എവിടെയോ
എന്തോ ഒന്ന് കേട്ട് അന്ന് മുതൽ ഇസ്ലാം പഠിക്കാൻ തുടങ്ങി. 5 കൊല്ലമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമീന വദൂദിനെ പോലെ മോറിസ് പല ആളുകളുണ്ട്. അവര് ഈ 5 വർഷം ഇരുന്നിട്ട്, ചിലപ്പോൾ 8 വർഷം, ചിലപ്പോൾ 6 വർഷം ഇരുന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് ആഴത്തിൽ അങ്ങോട്ട് പഠിച്ചിട്ട് അവര് രംഗത്ത് വരുന്നത് ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തുകൊണ്ടാണ്. എന്നിട്ട് ആ പുസ്തകം വെച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇസ്ലാമിന്റെ നീതിബോധത്തെ കുറിച്ച് പഠിക്കുന്നത്. ഇവര് ഇസ്ലാമിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരവസ്ഥയിൽ ഒരു 5 വർഷം മുമ്പ് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. 5 വർഷം അവർ പഠിക്കാൻ തയ്യാറായപ്പോ 5 വർഷം കൊണ്ട് അവരാകെ മാറി. അവര് ഇസ്ലാമിക് സ്കോളർ എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് വളർന്നു. എത്ര കാലം കൊണ്ട്? 5 കൊല്ലം കൊണ്ട്. 5 കൊല്ലം മുമ്പ് നമ്മളെ ലെവൽ എന്താ? ഇപ്പൊ 5 കൊല്ലത്തിന് ശേഷം നമ്മളെ ലെവൽ എന്താ? 5 കൊല്ലം മുമ്പ് നമ്മൾ ആ തൂണുമേ തന്നെ ചാരി ഇരുന്ന്, 5 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ ആ തൂണുമേ തന്നെ. അവിടുന്ന് മുന്നോട്ടിരിക്കാൻ, ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ, ഇസ്ലാമികമായ ഒരു വളർച്ച ഉണ്ടാക്കാൻ, കേൾക്കുന്ന കാര്യം ധാരാളം ഒന്ന് പറയാൻ, ഇസ്ലാമിനെ ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നിടത്തേക്ക് എന്തുകൊണ്ട് നമുക്ക് മാറാൻ പറ്റുന്നില്ല? നമ്മൾ തീരുമാനിച്ചിട്ടില്ല. നമ്മൾ കാലാകാലം ഇങ്ങനെ പോവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മൾക്ക് മാത്രമേ നമ്മളെ മാറ്റാൻ ഈ ആരാധനാ കർമ്മങ്ങളിലൂടെയൊക്കെ നമ്മൾക്കിപ്പോ നമസ്കാരത്തെ കുറിച്ച് പറയുന്നത് ഖുർആൻ പറയുന്ന സ്വലാത്ത് തന്നെ കാനിൽ ഫാഷായി വൽ മുൻകർ. നമസ്കാരം തെറ്റും മോശവുമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ നമസ്കാരം തടയുന്നു. നമസ്കാരം കൊണ്ട് കിട്ടേണ്ട ഗുണം സ്വഭാവ സംസ്കരണമാണ്. സക്കാത്തിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു ഖുദ് അംവാലിഹിം സദഖ തുതഹിറുഹും വതുസക്കീഹിം. സക്കാത്തിന്റെ ലക്ഷ്യം ഈ സ്വഭാവ സംസ്കരണമാണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു കുതിബ അലൈക്കും സിയാം കമാ കുതിബ അലൽ മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നോമ്പിന്റെ ലക്ഷ്യം അതാണ്, നമസ്കാരത്തിന്റെ ലക്ഷ്യം അതാണ്, സക്കാത്തിന്റെ ലക്ഷ്യം അതാണ്, നോമ്പിന്റെ ലക്ഷ്യം അതാണ്. ഇനി ഹജ്ജിനെ കുറിച്ച് പറഞ്ഞെടുത്ത് പറഞ്ഞു എന്താണ്? തസവ്വദു ഫഇന്ന ഖൈറ സാദി തഖ്വ. നിങ്ങൾ ഹജ്ജിലൂടെ തഖ്വ സ്വീകരിക്കുക. ആ ഹജ്ജിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫമൻ ഫറള ഫീഹിന്ന അതിൽ പിന്നെ തർക്കമോ വഴക്കോ അതേപോലെ ദുർവൃത്തിയോ സംസർഗമോ ഒന്നുമില്ല. സ്വലാത്തിന്റെയും സക്കാത്തിന്റെയും സൗമിന്റെ ഹജ്ജിന്റെ ഒക്കെ ലക്ഷ്യം അതാണ്. നമ്മൾ ഇതൊക്കെ ആവർത്തിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. മുസ്ലിം സമുദായത്തിൽ തസ്കിയത്തിനെ കുറിച്ച് നടക്കുന്നത് പോലെയുള്ള പ്രഭാഷണ പരമ്പരകൾ വേറെ ഏത് മതത്തിലാണ് നടക്കുന്നത്? മുസ്ലിങ്ങൾക്ക് എത്ര പരിപാടികൾ? ഖുർആൻ ക്ലാസ്സുകള്, ഹദീസ് ക്ലാസ്സുകള്, പഠന ശിബിരങ്ങള്, സമ്മേളനങ്ങള്, കുടുംബയോഗങ്ങള്, അതേപോലെ തന്നെ തസ്കിയത്ത് സമ്മേളനങ്ങള്, ജുമാഅകള്, മറ്റ് ക്ലാസ്സുകള്, എന്തെല്ലാം. ഇതൊന്നും നടക്കാത്ത സൊസൈറ്റിക്ക് ഇല്ലാത്ത തസ്കിയത്ത് നമുക്ക് ഉണ്ടാവുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ പറഞ്ഞത് തന്നെയാണ്. അത് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തീരുമാനിക്കണം. അപ്പോഴേ മാറ്റാം. അപ്പൊ നമുക്ക് ഇതൊക്കെ മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടാവുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതില്ലാത്തിടത്തോളം കാലം പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും, കേൾക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കും. സ്വയം നമ്മുടെ ഉള്ളിൽ നിന്നൊരു ബോധം, പഠിച്ചവനെ എനിക്ക് ഇങ്ങനെ ആയാൽ പോരാ. ഉമർ ഖത്താബിന്റെയും സിദ്ദീഖുൽ അക്ബറിന്റെയും ഉസ്മാൻ റളിയല്ലാഹുവിന്റെയും അലി റളിയല്ലാഹുവിന്റെയും ഖാലിദ് ഇബ്നു വലീദിന്റെയും ഒക്കെ ചരിത്രം കേട്ട എനിക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയി മാറണം. അവരൊക്കെ അവരുടെ രംഗത്ത് പുലികളായിരുന്നു, ബിസിനസ്സുകാരോ ഓണ്ടർപ്രണേഴ്സോ ഒക്കെ ആയിരുന്നു അവരൊക്കെ. അതിന്റെ കൂടെയാണ് ഇസ്ലാമികമായ വിജ്ഞാനത്തിന്റെ സ്രോതസ്സുകളായി ഇമാം അബൂ ഹനീഫയെ പോലുള്ള ആളുകൾ മാറിയത്. അപ്പൊ നമുക്കും അതിനൊക്കെ സാധിക്കും. അതിനെന്ത് വേണം? ഒരു ഉറച്ച തീരുമാനം നമ്മളെ ഉള്ളിൽ നിന്ന് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ ഒരു സംസ്കരണത്തിന്, ഒരു മാറ്റത്തിന് വിധേയരാകുന്നവരായി മാറുവാൻ വേണ്ടി നാം പരിശ്രമിക്കുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഫാർ അസീസിൽ ഗഫാർ വസ്സലാത്തു വസ്സലാമു അലാ മൻ അർസലഹു കാഫത്ത് നാസ് തബ്ശീർ വൽ ഇൻദാർ വഅലാ ആലിഹി അത്ഖിയാഇൽ അബ്റാർ വഅലാ അസ്ഹാബിഹി അസ്ഫിയാഇൽ അഖിയാർ മാ ദാമത് സമാവാതു വൽ അർദു മാ ആഖിബത്തു ദുൽമാത് വൽ അൻബാർ മാ വലത്തഖുല്ലാ. വിശ്വാസികളുടെ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശം നിർദ്ദേശിക്കാൻ അഫ്കൽ ഷൈഇൻ ഫീ മീസാനിൽ മുഅ്മിൻ യൗമൽ ഖിയാമത്തി ഖുലുഖുൻ ഹസൻ. നാളെ പരലോകത്തെ ഒരു വിശ്വാസിയുടെ തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന കാര്യം ഏത് എന്നുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി ഖുലുഖുൻ ഹസൻ. ആളുകളോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക,
ബിഹേവിയർ, ക്യാരക്ടർ, അപ്പിയറൻസ്. ഇതിന്റെ ഒരു 3 തലങ്ങളുണ്ട്. അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ഒരാളെ കാണുന്ന ഒരു രീതിയാണ്. അയാളുടെ ഡ്രസ്സ്, അയാളുടെ ഷേപ്പ് കണ്ട് നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് അപ്പിയറൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ വശം ബിഹേവിയർ ആണ്. മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നു, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ ഇടപെടുന്നു, മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ മിങ്കിൾ ചെയ്യുന്നു. ഇതാണ് ബിഹേവിയർ എന്ന് പറയുന്ന, അഥവാ അറബിയിൽ തആമുൽ അല്ലെങ്കിൽ സുലൂക്ക് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം. മൂന്നാമത്തേത് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ഹുലുക്ക്. അത് നമ്മുടെ ചിട്ടയാണ്, നമ്മുടെ പേഴ്സണാലിറ്റിയാണ്, നമ്മുടെ സത്യസന്ധതയാണ്, നമ്മുടെ നീതിബോധമാണ്, അഥവാ നമ്മുടെ ഉള്ളിലുള്ളതാണ്. ആ ഉള്ളിലുള്ളതിന്റെ ബഹിസ്ഫുരണം എന്നുള്ള നിലക്കാണ് മറ്റുള്ളവർ നമ്മൾ പെരുമാറുക. ആദ്യം ഉള്ളു നന്നാക്കണം. അതാണ് തസ്കിയത്ത് എന്ന് പറഞ്ഞാൽ. ആ ഉള്ളു നന്നാക്കുമ്പോ അതിന്റെ ബൈ പ്രൊഡക്റ്റ് എന്നുള്ള നിലക്ക് സ്വാഭാവികം നമ്മളെ പെരുമാറ്റം, സ്വഭാവമൊക്കെ നന്നാകും. അങ്ങനെ ഓരോന്ന് നന്നാക്കി എടുക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ഉള്ള് പൂർണ്ണമായും നിഫാഖിൽ നിന്ന് മുക്തമാക്കുക, കാപ്പട്യത്തിൽ നിന്ന് മുക്തമാകുക. ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞാൽ മുനാഫിക്കിന്റെ നേരെതിരാ. അവൻ ഉള്ളും പുറവും ഒന്നാ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ട് മറ്റു മോഡേൺ രീതിയിലൊക്കെ നടക്കുന്നത് പേഴ്സണൽ എന്ന് പറഞ്ഞ ഒരു മാസ്കാണ്. ആ മാസ്ക് ധരിക്കുക, അഥവാ ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറത്ത് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളതാണ്. അതല്ല ഇസ്ലാമികമായിട്ട് നമ്മുടെ ഉള്ളാണ് ക്ലീൻ ആക്കുക. അപ്പൊ ഒരാളോട് പുഞ്ചിരിക്കുമ്പോ ആ പുഞ്ചിരി ഉള്ളെന്നുള്ള ചിരിയാകും. കൈ കൊടുക്കുമ്പോ ആത്മാർത്ഥമായ മുസാഫഹത്താകും. ആലിംഗനം ചെയ്യുമ്പോ സ്നേഹത്തിന്റെ ആനക്കത്താകും. അങ്ങനെ ഒരു ചേഞ്ചാണ്, ഉള്ളിൽ നിന്നുള്ള ചേഞ്ചാണ് ഖലീഫ ഉമറിൽ ഉണ്ടായത്, സിദ്ദീഖുൽ അക്ബറിൽ ഉണ്ടായത്. ആ മാറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിന് നമ്മൾ മാറാൻ തയ്യാറാവുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. അവൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ.